ഹലോ ഗൈസ്, വെൽക്കം ടു ബൈറ്റ്സ് ആൻഡ് ബോർഡേഴ്സ്. ഇന്ന് ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ തോന്നിയതാണ് എവിടെയെങ്കിലും പോയാലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. എവിടെ പോകുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു നമുക്ക് ഗുണ്ടൽപേട്ട പോകാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പമ്പിൽ പോയി എണ്ണ അടിച്ചു. ഞങ്ങൾ പോകുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഓണ സീസണായല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അത് കാണാം. പിന്നെ അവിടെ നല്ല കാട ബിരിയാണി കിട്ടും. അത് കഴിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് കേരളത്തിലെ തന്നെ നമ്പർ 1 ക്ലീൻ സിറ്റിയായ സുൽത്താൻ ബത്തേരിയിൽ നിന്നുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒരു വേസ്റ്റും ഇവിടെ കാണാൻ സാധിക്കില്ല. വയനാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണിത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തകരപ്പാടി RTO ചെക്ക് പോസ്റ്റ് പാസ് ചെയ്ത് മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് പ്രവേശിച്ചു. അവിടെ ഒരുപാട് നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെ നെൽപ്പാടങ്ങളെല്ലാം പിന്നിട്ട് നമ്മൾ എത്തുന്നത് പൊൻകുഴിയിലേക്കാണ്. ഇവിടെയാണ് പ്രശസ്തമായ സീതാദേവി ഹനുമാൻ ക്ഷേത്രം നിലകൊള്ളുന്നത്. കാടിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ക്ഷേത്രം കൂടിയാണിത്. അങ്ങനെ അവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ധാരാളം മൃഗങ്ങളെല്ലാം ഉള്ള ഫോറസ്റ്റാണ് മുത്തങ്ങ ഫോറസ്റ്റെങ്കിലും ഞങ്ങൾ വന്നത് ഉച്ച സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. ഞങ്ങളങ്ങനെ ഗുണ്ടൽപേട്ട് എത്തിയപ്പോൾ തന്നെ കാണുന്നത് ഇതുപോലെ പൂക്കൾ ചാക്കിൽ വാരി നിറയ്ക്കുന്നതാണ്. ഇപ്പോൾ തന്നെ പൂക്കൾ എന്തിനാണ് ഇങ്ങനെ ചാക്കിൽ നിറയ്ക്കുന്നതെന്ന് ഞാൻ ഇതിനോട് ചോദിച്ചു. ഓണമായിട്ടില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞത് പെയിൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. അത് അവൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ ഞങ്ങൾ വന്നാൽ അവിടെ റോഡരികിൽ വാഹനം നിർത്തി അവിടെ നിന്ന് 4 ഫോട്ടോസും എടുത്ത് തിരിച്ചു പോകാറാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് വന്നപ്പോൾ അവിടെ നല്ല മനോഹരമായൊരു ആമ്പൽക്കുളവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആ കുളത്തിൻ്റെ ഭാഗത്തായി അവിടുത്തെ ഗ്രാമവാസികൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഗുണ്ടൽപേട്ട് ടൗണിലുള്ള മദീന ഹോട്ടലിലോട്ടാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇവിടെയുള്ള ടോൾ ഗേറ്റ് എല്ലാം പാസ് ചെയ്ത് നമ്മൾ നേരെ ഗുണ്ടൽപേട്ടിലോട്ട് പോവുകയാണ്.
ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഡല്ലൂർ ഊട്ടി റോഡും ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈസൂർ റോഡുമാണ്. മൈസൂർ റോഡിലോട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് കാണുന്ന റൈറ്റ് എടുക്കുക. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മദീന ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ മദീന. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിനകത്ത് കയറി. ഞങ്ങൾ ബിരിയാണി റൈസും കാട ഫ്രൈയുമാണ് ഓർഡർ ചെയ്തത്. അധികം വൈകിച്ചില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഫുഡെല്ലാം കിട്ടി. ഇവിടെയുള്ള കേരള ഹോട്ടലുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ആൾക്കാരുടെ ഹോട്ടലുകളിൽ നമ്മൾ മലയാളികൾക്ക് പറ്റുന്ന ഫുഡുകൾ കിട്ടുന്നത് കുറവാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ബിരിയാണി എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു ബീഡക്കടയാണിത്. ഇവിടെ അത്യാവശ്യം പാൻ മസാലകളും കാര്യങ്ങളും എല്ലാം വിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും 2 സീറ്റ് ബീഡ മേടിച്ചു. ഈ സീറ്റ് ബീഡ ഞങ്ങൾ എപ്പോൾ പോയാലും കഴിക്കാറുള്ളത് തന്നെയാണ്. നല്ല മധുരമൊക്കെയായി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇനി അവിടെ പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ അവിടെ നിന്നും ബീഡയെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. നമ്മുടെ മുത്തങ്ങ കാട് വഴി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് മൃഗങ്ങളെയൊന്നും കാണാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നമ്മളുടെ ഗൂഡല്ലൂർ ഊട്ടി റോഡിലുള്ള മുതുമല ഫോറസ്റ്റ് വഴിയും കുറച്ച് ദൂരം പോയി നോക്കി. അങ്ങനെ പോയപ്പോൾ നമുക്ക് കുറച്ച് മാനുകളെ മാത്രം കാണാൻ സാധിച്ചു. അതും കൂടെ ഞങ്ങൾ ഈ വീഡിയോ ചേർക്കുന്നുണ്ട്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതിലും മികച്ച വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ബൈ ഗൈസ്.